മിഡിൽ ഈസ്റ്റിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ സ്വന്തം വൈദ്യുതി കടം തീർക്കുവാൻ പാലസ്തീൻ നികുതി വരുമാനം പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ ഭരണകൂടത്തിന്റെ തീരുമാനം വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. ഗാസയിൽ വെടിനിർത്തൽ കരാറുണ്ടാക്കി സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമം വിവിധയിടങ്ങളിൽ നിന്ന് ശക്തമായി നടക്കുന്നുണ്ട്. ഇതിനിടയിൽ പ്രത്യേകിച്ചും വെടിനിർത്തൽ കരാറും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇസ്രായേൽ സുരക്ഷാ പ്രതിനിധി സംഘം ഞായറാഴ്ച ഖത്തറിലെത്തുകയുണ്ടായി. മറ്റൊരു കാര്യം, ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഉൾപ്പെടെയുള്ളവരാണ് ചർച്ചകൾക്കായി ഖത്തറിലേക്ക് എത്തിയിരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്നത് കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും കൊണ്ടുവന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇസ്രായേൽ തന്നെ ഇപ്പോൾ സമാധാന നടപടികൾക്കായി മുന്നോട്ട് വന്നിരിക്കുകയാണെന്നതാണ്. ഇസ്രായേൽ പ്രതിനിധി സംഘം എന്ന നിലയിൽ ഖത്തറുമായി ചർച്ച നടത്തുന്ന സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ബൈഡനുമായി നേരിട്ട് ചർച്ച നടത്തുകയായിരുന്നു. മധ്യസ്ഥ രാജ്യം എന്ന നിലയിൽ ഖത്തറിന്റെ ഇടപെടലും ഏറെ പ്രതീക്ഷകളാണ് നൽകുന്നത്. ഫിലാഡൽഫി ഇടനാഴിയെ സംബന്ധിച്ച് പാലസ്തീനും ഇസ്രയേലും തമ്മിൽ നടക്കുന്ന തർക്കമായിരുന്നു ചർച്ചകളിൽ സുപ്രധാനമായ വിഷയം. ഇടനാഴിയിലെ ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്ന ഹമാസിന്റെ ആവശ്യത്തോടുള്ള വിമുഖത ഇസ്രായേൽ ഇപ്പോഴും തുടരുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇസ്രായേൽ പ്രധാനമായും ആഗ്രഹിക്കുന്നത് ഇടനാഴിയിൽ നിയന്ത്രണം നിലനിർത്താൻ തന്നെയാണ്. ഈ തന്ത്രപ്രധാന ഇടനാഴിയെക്കുറിച്ചുള്ള തർക്കമാണ് കഴിഞ്ഞ വർഷം നടന്ന വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെടുവാനുള്ള പ്രധാന കാരണവും. ഫിലാഡൽഫി എന്നത് ഹമാസ് ആയുധങ്ങൾ കൊണ്ടുപോകുന്നതിന് ആശ്രയിക്കുന്ന പ്രധാന ഇടനാഴി കൂടിയാണ്. ഇടനാഴിയിലെ പാലസ്തീൻ സൈന്യത്തിന്റെ ഈ സാന്നിധ്യമാണ് പ്രധാനമായും ഇസ്രായേലിന് സമാധാനം കളയുന്നതും. ഹമാസിന്റെ കൈവശമുള്ള എല്ലാ ബന്ദികളെയും വിട്ടയക്കുക എന്നതാണ് ഇസ്രായേൽ ഉയർത്തുന്ന മറ്റൊരു പ്രധാന ആവശ്യം. വെടിനിർത്തൽ കരാറിനായി അമേരിക്കയിൽ നിന്നുൾപ്പെടെ സമ്മർദ്ദം കാര്യമായുണ്ട്. അതിനാൽ എടുക്കുന്ന ഓരോ തീരുമാനം അവർക്ക് തന്നെ തിരിച്ചടിയാകാതെ നോക്കണമെന്ന പ്രതിസന്ധിയും ഇസ്രായേലിന് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനകത്തു നിന്ന് തന്നെ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും വലിയ തോതിൽ ഉയർന്നു വന്നിരുന്നു. ഖത്തറുമായി ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ സഹായത്തിനായി അഭ്യർത്ഥിച്ചു നടക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ. ബൈഡന്റെ പ്രസിഡന്റ് പദവി കൊണ്ട് കഴിയുന്നത്ര നേട്ടങ്ങൾ നേടി നെതന്യാഹുവിന് ട്രംപിന്റെ വരവിൽ തന്നെ നിലനിൽപ്പ് കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് ബോധ്യമുണ്ട്. അതിനാൽ തന്നെ ട്രംപ് പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഒരു ഒത്തുതീർപ്പ് കൊണ്ട് വരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് നെതന്യാഹു ബൈഡനുമായി ഈ കൂടിക്കാഴ്ച എന്നതിൽ ഒരു സംശയവുമില്ല. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഉത്തരവ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട JD വാൻസും വെളിപ്പെടുത്തിയിരുന്നത്. പാലസ്തീനെ ആക്രമിക്കാൻ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ട്രംപും അധികാരത്തിലെത്തിയാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരുമെന്നാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്നാൽ ട്രംപ് തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസിന് നേരെ ഭീഷണി ഉയർത്തി രംഗത്ത് വന്നത്. വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾക്കായി ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലും ഗാസയ്ക്ക് മേൽ ആക്രമണങ്ങൾ നടത്തുവാൻ ഇസ്രായേൽ ഒരിക്കലും മറക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഗാസയിൽ അധിനിവേശ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ 70ഓളം കുട്ടികളായിരുന്നു കൊല്ലപ്പെട്ടിരുന്നത്. 464 ദിവസമായി ഗാസയിൽ IDF നടത്തുന്ന നരനായാട്ടിനിടയിലുള്ള പ്രത്യാക്രമണത്തിൽ 402 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെടുകയുണ്ടായി. സംഘർഷങ്ങൾക്കിടയിലും തങ്ങളുടെ വൈദ്യുതി കടം തീർക്കാൻ ഇസ്രായേൽ പാലസ്തീനെ നികുതി വരുമാനത്തിൽ കൈയിടുകയാണെന്ന തരത്തിലും വാർത്തകൾ പുറത്തുവരികയുണ്ടായി. ഇസ്രായേൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വൈദ്യുത കമ്പനിയുടെ 544 ബില്യന്റെ കടം തീർക്കാനായിരുന്നു പാലസ്തീന്റെ നികുതി വരുമാനം ഉപയോഗിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുള്ളത്. പാലസ്തീൻ അതോറിറ്റി വഴി തുക പിരിച്ചെടുക്കാനാണ് ഇസ്രായേൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. പാലസ്തീൻ അതോറിറ്റിക്ക് മേൽ ആദ്യമായിട്ടല്ല ഇസ്രായേൽ സാമ്പത്തിക സമ്മർദ്ദം കൊണ്ടുവരുന്നതെന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. വിദേശ ഫണ്ടുകളെ കൂടുതലായി ആശ്രയിക്കുന്ന പാലസ്തീൻ അതോറിറ്റിയുടെ ഫണ്ടുകൾ ഇസ്രായേൽ നേരത്തെ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. തടഞ്ഞുവെച്ച ഫണ്ടുകൾ ആദ്യം ഗാസയിലെ ഭരണ ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് പ്രധാന ലക്ഷ്യം. ഏകദേശം 2.1 ബില്യൺ ഷെക്കലുകൾ ഇസ്രായേൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് പാലസ്തീൻ ധനകാര്യ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമാധാന നീക്കങ്ങൾ നിലനിൽക്കുമ്പോൾ അത് മാറ്റി യുദ്ധം നടത്തുവാനാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.